ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ജിസ് ജോയ് സംവിധാനം ചെയ്തിട്ടുള്ള ത്രില്ലർ സിനിമയായിട്ടുള്ള തലൈവൻ എന്ന് പറയുന്ന പടത്തിനെ കുറിച്ചിട്ടാണ്. സോ മെയിൻ ലീഡ് റോളിൽ വന്നിട്ടുള്ളത് ആസിഫ് അലിയും ബിജു മേനോനും അതുപോലെ തന്നെ അനുശ്രീ മിയ ജോർജ്. ഇവർ 4 പേരെ കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് ഈ ഒരു സിനിമ നീങ്ങുന്നത്. ഈ ഒരു പടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ജിസ് ജോയ് എന്ന് പറയുന്ന ആ ഒരു ഫീൽ ഗുഡ് ബ്രാൻഡിന്റെ പൊളിച്ചെഴുത്താണ് ഈ ഒരു തലവൻ എന്ന് പറഞ്ഞ ഈ സിനിമയിൽ കൂടെ കണ്ടിട്ടുള്ളത്. ഈ റീസെന്റ് മലയാളം സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള കിടിലൻ ഒരു ക്രൈം ത്രില്ലർ, അതാണ് തലവൻ എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ ബിജു മേനോൻ, ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അതും വളരെയധികം ഗംഭീരമായിട്ട് പെർഫോമൻസിൽ കൂടെ അവർ രണ്ടുപേരും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. പറഞ്ഞാൽ ആസിഫ് അലീനൊക്കെ ഇത്ര ഒരു എനർജറ്റിക് പെർഫോമൻസിൽ ഞാൻ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. തല്ലിപ്പൊളി പടങ്ങളിൽ അഭിനയിച്ച് തല വെച്ച് തകർന്ന് തരിപ്പണായി നിൽക്കുന്ന ആസിഫ് അലിക്ക് ഒരു ജീവൻ കിട്ടിയത് കൂമൻ എന്ന് പറയുന്ന സിനിമയിലാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇയാൾ അതേപടി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകിയിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഒരു തലവൻ എന്ന് പറയുന്നത്. ബിജു മേനോനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ക്യാരക്ടേഴ്സ്, പോലീസ് വേഷങ്ങൾ ഇങ്ങനെ ഇതിനു മുമ്പും ചെയ്ത് കണ്ടിട്ടുണ്ട്, അയ്യപ്പനും കോശിയിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കൂടി അത്ര എനർജറ്റിക് ആവുമ്പോൾ ബിജു മേനോന് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ വേണം പറയാൻ ബിജു മേനോന്റെ പെർഫോമൻസും. ബിജു മേനോനും അത് ആസിഫിലും അത് രണ്ടുപേരും എൻ്റെ അമ്മയെ മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് പറയുന്ന കുറെ ഡയലോഗുകളുണ്ട്. അയ്യോ, അതൊക്കെ വേറെ ലെവൽ ഐറ്റംസ് ആയിരുന്നു. ഞാൻ കൈയടിച്ച് കണ്ട സിനിമ, അങ്ങനെ വേണം പറയാൻ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ത്രില്ലർ സിനിമയാണ്. ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ പരിപാടികളും ഈ സിനിമയ്ക്ക് ഉണ്ട്. അതായത് സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പറയേണ്ടത് ദീപക് ദേവ് ആണ്. ഇതിനു മുമ്പ് തലവൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ട്രാക്ക് ഇതിനു മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ അത്രയ്ക്കധികം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും സ്കോറുകൾ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ പീക്ക് ലെവൽ സാധനങ്ങളാണ്. അതായത് ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട പീക്ക് ലെവൽ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ദീപക് ദേവ്. പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇവർ രണ്ടുപേരെ കൂടാതെ മിയ വേറൊരു റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക, ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ഒരു മിയ ആ ഒരു ടൈപ്പ് റോളല്ല. അതുപോലെ തന്നെ അനുശ്രീ ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ കോട്ടയം നസീറിനാണെങ്കിൽ കോട്ടയം നസീറിനൊക്കെ കൊണ്ട് തൊണ്ടത്തൊന്നാണ്ട് കൊടുക്കാൻ തോന്നും. അതുപോലത്തെ പരിപാടി നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറും. പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പരിപാടികൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. നമ്മളൊന്നും വിചാരിക്കുന്ന ലൈനിലെ എല്ലാ പടം പോകും തോന്നും. അതൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സിനിമയെ പിടിച്ചിരുത്താൻ സഹായിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് സീറ്റ് എഡ്ജിൽ ഇരുന്ന് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് തലവൻ എന്ന് പറയുന്നത്. ആരും മിസ്സാക്കരുത്. ഇതിപ്പോ ടർബോന്റെ ഇടയിൽ മുങ്ങി പോകുമെന്ന് അറിയൊന്നുമില്ല. പക്ഷെ കിഡിലോസ്കി ഗംഭീര പടം, അതാണ് പറയാനുള്ളത്. കാരണം ജിസ് ജോയുടെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമ എഴുതണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇതൊക്കെ ചെയ്ത് പരിചയം അങ്ങനെയൊക്കെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കണ്ട് ശീലിക്കേണ്ട ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പ് എടുത്തിരിക്കുന്ന പടങ്ങൾ ഇതിലേതൊന്ന് OTT റിലീസായിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ എങ്ങാണ്ടുണ്ട്, പക്ഷെ അത് ഞാൻ കണ്ടിട്ടില്ല. ഇത് അതിന് മുന്നെടുത്തിട്ടുള്ള അങ്ങേരുടെ ഹിറ്റായിട്ടുള്ള പടങ്ങൾ മൊത്തം ഭയങ്കര ഫീൽ ഗുഡ് മൂവി പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കൊള്ളായിരിക്കും. പക്ഷെ ഞാൻ ഈ ലെവലിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗംഭീര മേക്കിംഗ്, ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരം. അതുപോലെ തന്നെ പറയേണ്ട ക്യാരക്ടർ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ. ദിലീഷ് പോത്തനൊക്കെ അത്യാവശ്യം ഈ കുറച്ച് കാലയളവിന് ശേഷം അത്യാവശ്യം പെർഫോം ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു റോളായിട്ടാണ് എനിക്കിതിലെ DYSPയുടെ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ രഞ്ജിത്ത് ഒരു കെമിയോ റോള് പോലെ ഒരു ചെറിയൊരു റോൾ വന്നിട്ടുണ്ട്, അതും നന്നായിട്ടുണ്ട്. വന്നു പോയ ചെറിയ ക്യാരക്ടേഴ്സ് അടക്കം എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു ഗംഭീര പരിപാടി. അതുപോലെ തന്നെ അനുശ്രീയുടെ മോളായിട്ട് വന്നിട്ടുള്ള ആ കുട്ടി ആസിഫ് അലിയുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു സീനൊക്കെ കാണുമ്പോൾ എന്ത് പക്വതയോട് കൂടിയിട്ടാണ് ആ കുട്ടി അത് കൈകാര്യം ചെയ്യുന്നത്. അത് ആ കുട്ടിയല്ല, ആ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതും ഗംഭീരമായിട്ടുണ്ട്. അതിനൊക്കെ ഒരു കഴിവ് തന്നെ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ഉള്ള ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്യാവശ്യം നല്ല സ്റ്റോറി ലൈനും കിടിലൻ ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് തലവൻ എന്ന് പറയുന്നത്. ബിജു മേനോന്റെ ആസിഫ് അലിയുടെ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു പടത്തിന്റെ ഹൈലൈറ്റ്. പ്ലസ് ജിസ് ജോയ് എന്ന് പറയുന്ന ആ ഒരു ഫീൽ ഗുഡ് ബ്രാൻഡ് ഉണ്ടല്ലോ, അതിന്റെ ഒരു പൊളിച്ചെഴുത്തും കൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. എസ്പെഷ്യലി പടം കഴിഞ്ഞിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പേരെഴുതി കാണിക്കുന്ന സമയത്താണ് ആ തലവൻ എന്ന് പറയുന്ന പാട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ അവിടെ ഇരുന്ന് കേട്ട് പകുതി എത്തുമ്പോഴത്തേക്ക് അവരത് ഓഫ് ചെയ്തു, കാരണം എല്ലാവരും ഇറങ്ങിപ്പോയി. എനിക്കത് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് മുഴുവനായിട്ട് നടന്നില്ല. എന്നാലും കാണാൻ പറ്റുന്നവരും കേൾക്കാൻ പറ്റുന്നവരൊക്കെ അവിടെ ഇരുന്ന് കേൾക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.